രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പെരുമയും ഉറപ്പിക്കാൻ ഓടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ് ബി ഉണ്ണികൃഷ്ണൻ പ്രതിച്ഛായ എന്ന ചിത്രവുമായി എത്തുന്നത്. പേര് സൂചിപ്പിക്കും പോലെ രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായയുടെ പ്രസക്തിയും അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളുമാണ് സിനിമയുടെ കാതൽ. എന്നാൽ ആ പ്രതിച്ഛായ നിർമ്മിതിക്കായി നടക്കുന്ന വലിയ കളികളുടെ ചെറിയ പതിപ്പ് മാത്രമായി പോയി ഈ നിവിൻ പോളി ചിത്രം. 100 തെറ്റ് ചെയ്യുമ്പോൾ 100 ശരി കൊണ്ട് അതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്ന KN വർഗീസ് എന്ന വലത് മുഖ്യമന്ത്രി, ജനങ്ങൾക്കിടയിലിറങ്ങി അവരുടെ പരാതി കേൾക്കുന്ന മുഖ്യൻ, കോഴ വാങ്ങുന്നതും ഒരു കലയാണെന്ന് കരുതുന്ന തന്ത്രശാലി, വൈകി കഞ്ഞി കുടിക്കുന്നതും ഇമേജിന്റെ ഭാഗമാക്കുന്ന ഭാവനാശാലി. കഥയുടെ ഒരു ഘട്ടത്തിൽ ഈ കഥാപാത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്നു. സ്ഥിരം ശൈലിയിൽ പന്ത് മകന്റെ കാലുകളിലേക്ക്. അയാളോ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ടെക്നോക്രാറ്റ്. നാണം കെട്ട് പടിയിറങ്ങുന്ന പിതാവിന് വേണ്ടി അവൻ പടച്ചട്ടയണിയുന്നു. തുടർന്ന് അച്ഛൻ്റെ കളങ്കം തീർക്കാനും തകർന്ന പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാനും അയാൾ നടത്തുന്ന ശ്രമങ്ങളുടെ കഥയാണ് സിനിമ പറയുന്നത്. ഇത്രയും ട്രെയിലറിൽ നിന്ന് തന്നെ ഏതൊരാൾക്കും വായിച്ചെടുക്കാം. അതിനും അപ്പുറത്തേക്ക് സിനിമ പറയുന്നത് ഈ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന പുതിയ കാല ഇടപെടലുകൾ ഏതൊക്കെയെന്നാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോഴും ആക്ഷൻ രംഗങ്ങളോ തീപ്പൊരി ഡയലോഗുകളോ ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. വാർത്താ തലക്കെട്ടുകൾ കൂട്ടിച്ചേർത്ത് തുന്നിയ കഥ ഫിക്ഷന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ തുന്നൽ ശക്തമല്ല. കാണികളുമായി കണക്ട് ചെയ്യാൻ പരിചിതമായ രാഷ്ട്രീയ നേതാക്കളുടെയും വിവാദങ്ങളുടെയും ഛായകൾ വലിയ തോതിൽ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സിനിമയുടെ പോരായ്മയും. ഫിക്ഷനേക്കാൾ ഈ ഛായകൾ കഥയ്ക്ക് മുകളിൽ മേൽക്കൈ നേടുന്നു. KN വർഗീസ് എന്ന കഥാപാത്രത്തെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന ഒറ്റ ബിംബത്തിലേക്ക് ചുരുക്കി കണ്ടാൽ കുറ്റം പറയാൻ പറ്റില്ല. ജനസമ്പർക്ക പരിപാടിയും വിവാദങ്ങളും കല്ലേറിൽ പരിക്കേൽക്കുന്ന മുഖ്യനും കല്ലറയിലേക്ക് ഒഴുകുന്ന മനുഷ്യരും പ്രേക്ഷകരുടെ മുൻധാരണകളുമായി ചേരുമ്പോൾ ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന വർഗീസ് ഉമ്മൻചാണ്ടിയാകുന്നു. എന്നാൽ കഥ അതുമാത്രമല്ല. ബയോപിക്കെന്നോ പ്രൊപ്പഗാൻഡ മെറ്റീരിയലെന്നോ ഈ സിനിമയെ വിശേഷിപ്പിക്കാനും സാധിക്കില്ല. കാലാവസ്ഥയ്ക്ക് യോജ്യമായ വിള തിരഞ്ഞെടുത്തു എന്ന് മാത്രം. പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ത്രില്ലറുമല്ല ഈ ചിത്രം. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബ കഥയാണിത്. കുടുംബം എന്ന ചേരുവയാണ് വർഗീസുമായി കാണികളെ അടുപ്പിക്കാൻ സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾ കുടുംബവുമായി സമയം കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. മകനിൽ രാഷ്ട്രീയ പിൻഗാമിയെ കാണുന്ന ആൾ. വിവാദങ്ങൾ ഉയരുമ്പോഴും അയാൾ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ കുടുംബത്തിലാണ്. ഇതും പതിവ് കഥ പറച്ചിൽ രീതിയാകുന്നിടത്താണ് സിനിമയിൽ പുതുമകൾ ഏതുമില്ലാതെ പോകുന്നത്. ഈ സിനിമയിൽ പ്രതിനായക വേഷത്തിലെത്തുന്നത് ഏതെങ്കിലും ഒരു കഥാപാത്രമല്ല, രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുടെ അൽഗോരിതവും അവരുടെ ഉപകരണമാണെന്ന വിധമാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതിച്ഛായ സൃഷ്ടിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങൾ. ഒറ്റവരി വാർത്തയ്ക്ക് കോടികളെക്കാൾ വിലയും പ്രകരശേഷിയും ഉണ്ടെന്ന് പറയുമ്പോഴും മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെ കളിപ്പാവകളാണെന്ന് തുടർച്ചയായി സിനിമ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അഭിനേതാക്കളിൽ KN വർഗീസായി എത്തിയ ബാലചന്ദ്ര മേനോൻ മാത്രമാണ് തൻ്റെ കഥാപാത്രത്തെ ഉൾക്കൊണ്ടതായി അനുഭവപ്പെട്ടത്. പ്രതിഷേധങ്ങൾക്കിടെ തലയുയർത്തി നിൽക്കുന്ന നേതാവായും തലതാഴ്ത്തി വീട്ടിലേക്ക് കടന്നു വരുന്ന ആരോപണ വിധേയനായും മികച്ച പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചത്. എന്നാൽ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ നിവിൻ പോളിയും നെഗറ്റീവ് ഷെയ്ഡിലെത്തുന്ന ഷറഫുദ്ദീനും ദിക്കറിയാതെ കഥയെ ചുറ്റുന്ന നിഴലുകൾ മാത്രമായാണ് തോന്നിയത്. സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ രാഷ്ട്രീയത്തിലെന്ന പോലെ സ്ക്രീനിലും ഒരരികിലേക്ക് മാറ്റപ്പെടുന്നു. ദാമ്പത്യത്തിൽ തുല്യ പങ്കാളിത്തത്തിൽ വിശ്വസിക്കുന്ന നീതു കൃഷ്ണ അവതരിപ്പിച്ച നിവിൻ പോളിയുടെ പങ്കാളി റോസ എന്ന കഥാപാത്രം പലപ്പോഴും സ്ക്രീനിൽ അപൂർണമായിരുന്നു. കാര്യമായി എന്തോ പറയാൻ വന്ന് മറന്നുപോയ പോലെ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. നേതാക്കളുടെ പ്രതിച്ഛായ എടുത്തു കാട്ടുന്ന മുന്നണികളുടെ ഇലക്ഷൻ റീലുകളുടെയും പ്രസംഗങ്ങളുടെയും ഇടയിൽ സിനിമ കാണികളെ പിടിച്ചിരുത്തുമോ എന്ന കാര്യം സംശയമാണ്. കാരണം രാഷ്ട്രീയം സിനിമയേക്കാൾ ത്രില്ലിംഗ് ആകുന്ന സീസണാണല്ലോ ഇത്.